നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും എന്ന സൂചനയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹം മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ രാജി പാർട്ടി വാങ്ങിയത് ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് എന്നാണ് ഇപ്പോൾ സതീശൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഒരു വേറിട്ട പാർട്ടിയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഉടൻ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്ന പരാതികളൊക്കെ തന്നെ അതീവ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി നോക്കിക്കാണുന്നത് എന്നാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് താൽക്കാലികമായിട്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു നീക്കം സഹായകമാകും, അത് പരിഹരിക്കാൻ സഹായകമാകും എന്നാണ് വി.ഡി. സതീശൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആദ്യഘട്ടമായിട്ടാണ് എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് MLA സ്ഥാനം രാജിവെക്കുന്നത് തന്നെയാണ് എന്ന് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമാണ്. നിരന്തരമായി ഇപ്പോൾ ഹൈക്കമാൻഡിലേക്കും ഒരുപാട് പരാതികൾ പ്രവഹിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാമ്പത്തിക നടപടികളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയൊരു ഭാഗം അണികൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഷാഫി പറമ്പിലിനെക്കുറിച്ചും ഇപ്പോൾ പരാതികൾ പ്രവഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ഇമേജ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പാർട്ടി നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. എന്നാൽ ഇക്കാര്യത്തിൽ KPCC എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.